ഇന്നൊരു 1 kg വെയിറ്റിൽ വരുന്ന ഒരു വാൻചോ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കണ്ടു നോക്കണം. കാരണം ഇന്നത്തെ വീഡിയോയിൽ കേക്ക് മാത്രമല്ല, കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും പിന്നെ ഞാൻ നൈം ചെയ്തെടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് മോൾഡിലാണ്. സാധാരണ ഫോണ്ടൻറ്റിൽ നൈം എഴുതി കൊടുക്കും, ഇല്ലെങ്കിൽ ഫോണ്ടൻറ്റ് വെച്ച് കട്ട് ചെയ്തെടുക്കും. ഫോണ്ടൻറ്റിൽ കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ക്രീം കൊണ്ട് എഴുതും. ഇത് ഞാൻ ചോക്ലേറ്റ് മോൾഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. വാനില കേക്കും ചോക്ലേറ്റ് കേക്കും കൂടി മിക്സായിട്ട് വരുന്നതാണ് വാൻചോ കേക്ക്. അപ്പോൾ ഞാൻ 1 kg കേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1/2 kg വാനില കേക്കും ഉണ്ടാക്കും, 1/2 kg ചോക്ലേറ്റ് കേക്കും. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് 2 ലെയറായിട്ടും കട്ട് ചെയ്തെടുക്കും, വാനില കേക്കും അതേപോലെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ടോട്ടൽ 4 ലെയറാണ് വരുന്നത് ഇതിനകത്ത്. സാധാ നമ്മളൊരു 1 kg കേക്ക് ചെയ്യുമ്പോൾ 3 ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ 7 ഇഞ്ചിനല്ല, ഞാൻ 8 ഇഞ്ചിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ 8 ഇഞ്ച് ചെയ്യുമ്പോൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് പക്ഷേ എനിക്ക് 4 ലെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ട് കേക്കായിട്ടല്ലേ ചെയ്തത്, അതുകൊണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കളർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈനൊക്കെ കസ്റ്റമൈസ്ഡ് ആയിരുന്നു. പിങ്ക് കളർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ആദ്യം കളർ മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമല്ല കേക്ക് എടുത്തിട്ട് വൈറ്റ് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫില്ലിങ്സായിട്ട് കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് കേക്ക് ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റ് കേക്ക് ആദ്യം വെക്കുന്നു. അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത ശേഷം പിന്നെ എന്താണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷും കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്രീമും കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കും. പിന്നെ അതിനുശേഷം വെക്കുന്നത് വാനില കേക്കാണ്. ആദ്യം ചോക്ലേറ്റ് കേക്കാണ്, പിന്നെ വരുന്നത് വാനില കേക്കാണ്. അപ്പോൾ അതിനും ഫില്ലിങ് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റും പിന്നെ മിൽക്ക് മെയ്ഡും കൊടുത്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങും അതുപോലെ കൊടുത്തിട്ട് പിന്നെ വരുന്നത് വാനില കേക്ക്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 4 ലെയറും കൊടുത്ത ശേഷം ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ എടുത്ത് ഇതേപോലെ ബാക്കി ക്രീമെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. 4 ലെയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേക്കിന്. അതുപോലെ നമുക്ക് സാധാ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലും കൂടി വെയിറ്റ് ഉണ്ടാവും. കാരണം 1 kg എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യും. പക്ഷേ ഇത് 4 ലെയർ വന്നതുകൊണ്ട് ഫില്ലിങ്സും ഒക്കെ ക്രീമും എല്ലാം കുറച്ച് ഒരു ലെയറിനും കൂടി കയറുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത ശേഷം ക്രീമും കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ട് സൈഡിലൊരു ഡിസൈനും കൂടി കൊടുത്തിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കുന്നുണ്ട്. കാരണം മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് കേക്ക് നല്ല തണുപ്പുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്ത ശേഷം പിന്നെ ഗനാഷും അതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ചോക്ലേറ്റ് ഡെക്കറേഷനും അങ്ങനെ അതെല്ലാം ചെയ്ത് മാറ്റുന്നുണ്ട്. ഗനാഷ് മുകളിൽ ഒഴിക്കാനുള്ളത് കൊണ്ട് തന്നെ മുകൾ ഭാഗം അത്യാവശ്യം ഒന്ന് നീറ്റാക്കി എടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നൈം ചെയ്തെടുക്കുന്നത് ഇതേപോലെ ചോക്ലേറ്റ് മോൾഡിലാണ്. ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ശേഷം ഒട്ടും നനവില്ലാത്ത ഒരു ടിന്നിലേക്കല്ല ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ ചോക്ലേറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ട് ഈ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായി വരും. അങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. അതിനെ നമുക്ക് എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് സ്മൂത്തായി കിട്ടും. അതിന് നമുക്ക് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിനുള്ളിലേക്ക് ആക്കിയ ശേഷം ഇതേപോലെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒഴിച്ച ശേഷം ഫുള്ളായിട്ട് അതിൽ ഉള്ളിലേക്ക് നല്ല രീതിയിലൊന്ന് ഇറക്കി കൊടുത്ത് ഒഴിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ആകാതിരുന്ന് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ആ സൈഡ് വശമൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കണം. അന്ന് വലിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് എവിടെയെങ്കിലും ചോക്ലേറ്റ് ആകാതിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ടൊന്ന് ആയിട്ടുണ്ടാവും. നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് സെറ്റായി കിട്ടും. ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ വെള്ളം വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രം കുറച്ച് ചെറുതുമായിരിക്കണം. നമ്മൾ ചോക്ലേറ്റ് വെക്കുന്ന പാത്രം കുറച്ച് വലുതുമായിരിക്കണം. അല്ലെങ്കിൽ അതിനുള്ളിൽ ആവി ഇങ്ങനെ ഒരുപാട് വന്നിട്ട് ചോക്ലേറ്റിലേക്ക് വെള്ളത്തിൻ്റെ അംശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താഴെ ഇരിക്കുന്ന പാത്രം ചെറുതും മുകളിലിരിക്കുന്ന പാത്രം കുറച്ച് വലുതുമായിരിക്കണം. അപ്പോൾ ആ വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ വേണം, ഒരുപാട് ഇങ്ങനെ വെള്ളത്തിലേക്ക് തട്ടി നിൽക്കാത്ത രീതിയിൽ വേണം മുകളിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാൻ. അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് മെൽറ്റായി വന്നോളും. അപ്പോൾ നൈമ് ഞാൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബാലൻസ് വന്നത് ഞാൻ ഇതേപോലെ ഒരു OHP ഷീറ്റാണിത്. ഇത് നമുക്ക് കേക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങുന്ന ഷോപ്പിൽ കിട്ടും. അപ്പോൾ അതിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനങ്ങ് ഡീമോൾഡ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, നമുക്കത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു അതൊന്ന് സെറ്റായി കിട്ടണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായാൽ നമുക്ക് കത്തി കൊണ്ടൊന്നിങ്ങനെ
ലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ 4 എന്നുള്ള നമ്പർ എൻ്റെ ആ ഒരു മോൾഡിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്ലാതെ തന്നെ 4 എന്ന് എഴുതി കൊടുത്തിട്ട് അതും കൂടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം ചെയ്ത് വെച്ചിരുന്നത് സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ വശവും ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഇളകി വരും. എന്നിട്ട് നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചെടുക്കണം. ഞാൻ ഒരുപാട് തവണ ചെയ്ത് പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി മാറ്റി കറക്റ്റ് ലെറ്റേഴ്സ് എല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം പിന്നെ ബാലൻസ് വരുന്നത് ഞാൻ ഒരു മോൾഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കുന്നുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വന്നാലേ നമുക്ക് അത് നൈഫ് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് നമ്മൾ കയ്യിലൊന്ന് കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് അത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിരിക്കും. എന്നാൽ ഒരുപാട് അങ്ങ് ഹാർഡായി പോകാനും പാടില്ല. ആ രീതിയിലാവുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒന്ന് കട്ടായി കിട്ടണം. 3ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത ശേഷം ഇതേപോലെ ആ ഷീറ്റിനെ ഒന്ന് മടക്കിയിട്ട് അതിലേക്ക് നമുക്കൊരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം അത് ഇട്ടപ്പോൾ അത് ലൂസായിരുന്നു, അത് ടൈറ്റായിട്ട് ഇരിക്കണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സെലോ ടേപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് സെറ്റായി വരും. അത് എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കാനുള്ളൊരു കാര്യം, പെട്ടെന്ന് തന്നെ നമ്മൾ ആ ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് ആ ഷീറ്റ് ഒന്ന് നിവർന്ന് വരും. ആ നിവർന്ന് വരുന്ന സമയത്ത് തന്നെ ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വീഴാത്ത രീതിയിലൊന്ന് ശ്രദ്ധിച്ച് വേണം അതെടുക്കാൻ. അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഇതേപോലെ ഒരു മോഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത ശേഷം അതും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റായി വന്നോളൂ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഡിസൈൻ എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത ശേഷമാണ്. ഒരിക്കലും ഗനാഷ് അല്ല. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുള്ള ഗനാഷ് ഉണ്ടല്ലോ, അതൊഴിച്ചാൽ ഒരിക്കലും ഇതേപോലെ സെറ്റായി കിട്ടൂല. പിന്നെ അല്ലാതെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന ക്രീമല്ല ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആയാലും വൈറ്റ് ചോക്ലേറ്റ് ആയാലും ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതിൽ നമുക്ക് ഇതേപോലെയുള്ള എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് നമുക്ക് OHP ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഏതൊരു ഡിസൈൻ ചെയ്തെടുത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് സെറ്റായി കിട്ടുകയും ചെയ്യും. നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കാനും നല്ല എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തത് ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ ടേപ്പ് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഷീറ്റ് അങ്ങ് നിവർന്ന് വരും. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ പതിയെ ചില ഭാഗങ്ങളിൽ അത് കറക്റ്റായിട്ട് കട്ടായി വന്നിട്ടുണ്ടായിരിക്കില്ല. ഞാൻ അങ്ങനെ ഒരു ലാസ്റ്റ് സൈഡ് വന്നപ്പോൾ അതേപോലെ കട്ടാവാത്തത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ പൊട്ടിപ്പോയത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതേപോലെ മടക്കി വെച്ച് അതേ ഡിസൈനിൽ തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. കാരണം പുറത്തിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട് തട്ടിയിട്ടോ അല്ലെങ്കിൽ പുറത്തിരുന്നിട്ടോ അത് വീണ്ടും മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്ത് ഒന്ന് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയ ശേഷം വീണ്ടും ഒരു ടിന്നിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് കേക്കെല്ലാം ചെയ്ത ശേഷം ലാസ്റ്റ് നമുക്ക് കേക്കിലേക്ക് വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ മാത്രം മതി. മോൾഡിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഗനാഷ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയിട്ടില്ല. കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് രണ്ടും ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് മാത്രം മതി. അപ്പോൾ ഞാൻ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് തന്നെയാണ് അത് ജസ്റ്റ് ഒരു 2 സ്പൂണ് വരുമോയെന്ന് തോന്നണില്ല എനിക്ക്. അത്രയും ഞാൻ ചെയ്തെടുക്കുന്നുള്ളൂ. അതിന് വേണ്ടി മാത്രം മതി, ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി. വൈറ്റ് ചോക്ലേറ്റാണ് ഫുള്ളായിട്ട് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വേണം. ഞാൻ ഗനാഷ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യം വരികയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് മിക്സാക്കി എടുത്ത് നല്ല രീതിയിൽ ഒന്ന് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എനിക്ക് അത്രയും ആ ഒരു അളവിൽ അത്രയും അളവും കേക്കിന് കറക്റ്റായിട്ട് നിൽക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ്സും അത്ര മതിയെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ ചോക്ലേറ്റും ആഡ് ചെയ്തിട്ടില്ല, ക്രീമും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് അത് തണുത്തപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നങ്ങ് കട്ടിയായി പോകും. കേക്ക് നല്ല തണുപ്പുണ്ടല്ലോ, അതുകൊണ്ട്. അതിനുശേഷം നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ പൈപ്പിംഗ് ബാഗ് തന്നെയാണ് അതിലേക്ക് ഞാൻ ഇതേപോലെ ആ ഡാർക്ക് ചോക്ലേറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു ലൈനാക്കി കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, ചോക്ലേറ്റിലാണ് ഞാൻ നൈം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇത് ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡിസൈനും കൂടി നമ്മൾ വെക്കുമ്പോൾ അത് പെട്ടെന്ന് നൈം ഇങ്ങനെ എടുത്ത് കാണിക്കൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സൈഡ് മാത്രം കൊടുത്തിട്ട് നൈം അപ്പുറത്തെ സൈഡിൽ കൊടുക്കാം. ആ വൈറ്റ് ആയിട്ടിരിക്കുന്ന പോർഷനിൽ നൈം കൊടുത്താലേ അത് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുള്ളൂ. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു വശത്ത് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ ഫോണ്ടൻറ്റിൻ്റെ ഒരു ടൂൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ രണ്ടും ഇതൊന്നങ്ങ് സെറ്റായി പോകും. ആ സെറ്റായതിനു ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡിസൈൻ ആക്കി കിട്ടൂല, അത് ഇങ്ങനെ കറക്റ്റായിട്ട് വരാതെ അതിങ്ങനെ ചോക്ലേറ്റ് സെറ്റായി പോകും. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് പേനയുടെ അടപ്പുണ്ടല്ലോ അതോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബേക്ക് വെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാൽ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വിരൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഇതേപോലെ റെഡിയായി കിട്ടും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുള്ളത്. നൈമ് ഞാൻ എടുത്ത് വെച്ച് കൊടുത്ത ശേഷം 4 എന്നുള്ളതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്, അതും കട്ട് ചെയ്ത്. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡോറയുടെ എന്തെങ്കിലും ഒരു പ്രിൻ്റ് ഉണ്ടെങ്കിൽ വെക്കണമെന്ന്, അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചോക്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഡെക്കറേഷൻ, അതും ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് എന്തായാലും എനിക്ക് എങ്ങനെ ചോക്ലേറ്റ് ഡെക്കറേഷൻ വെക്കുമ്പോൾ ഈ ഗ്ലിറ്റർ ഒന്ന് അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ തോന്നും. അപ്പോൾ ഞാൻ നൈമിലേക്കും ആ ചോക്ലേറ്റ് ഡെക്കറേഷനിലേക്കും എല്ലാം ഈ ഗ്ലിറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് അറിയിക്കാനും മറന്നു പോവല്ലേ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മുന്നേ കുറച്ച് നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കയറി കണ്ടു നോക്കണേ.